ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോണത് ഈ കെയറർ വിസ എന്ന് ഒരു 1.5 വർഷമായിട്ട് കേൾക്കുന്നുണ്ടല്ലേ. പലരും ഇതിന്റെ സ്കിൽ അസസ്മെന്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ കെയറർ വിസയുടെ യാഥാർത്ഥ്യങ്ങളെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിന്റെ കൂടെ തന്നെ ഞാൻ ഫേക്ക് ജോബ് ഓഫറിനെ പറ്റിയിട്ട് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റിൽ എനിക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വയറീസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള കുറച്ച് ക്വയറീസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ നിങ്ങൾ ഓസ്ട്രേലിയൻ മൈഗ്രേഷൻ സ്വപ്നം കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, അതല്ല ഏതെങ്കിലും ഒരു സ്റ്റേജിൽ നമ്മളുടെ ഓസ്ട്രേലിയൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു സ്റ്റേജിൽ സ്റ്റക്കായി നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് എന്നെ കാണുവാണ്, നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും ഒരു സെഷൻ ഒരു കാര്യം ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യണേ. അപ്പോൾ നമുക്ക് സമയം കളയാതെ തന്നെ വേഗം വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇതിനെ പറ്റിയിട്ട് ഒരുപാട് ക്വയറീസ് വരുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം, അതായത് 2 ദിവസം മുന്നേ ഞാൻ ഫേസ്ബുക്കിൽ ഒരു അഡ്വർടൈസ്മെന്റ് കാണാനായിട്ട് ഇടയായി. നോ IELTS, നോ ഇന്റർവ്യൂ, പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വിസ കിട്ടും, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട്. അതേപോലെ തന്നെ ആ സെയിം പേജിൽ തന്നെ, ഞാൻ പേജൊന്നും ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല, ഞാൻ സ്ക്രീൻഷോട്ട് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ കൊടുക്കാം കേട്ടോ. ന്യൂസിലാൻഡിലോട്ട് ഇതേപോലെ ഉണ്ട്. പല രാജ്യങ്ങളുടെ ഓഫർ ഇവർ വെക്കുന്നുണ്ട്. അതേപോലെ തന്നെ അടുത്തൊരു ഇതായിരുന്നു, നമുക്ക് സാലറി, അതായത് അവര് ആദ്യം ഒരു ഇത്ര എമൗണ്ട് കൊടുത്താൽ മതി, അതായത് ഒരു 2-3 lakhs rupees കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കി വരുന്ന ഇതിന് ചെലവാകുന്ന എമൗണ്ട് അവര് സാലറി കട്ടിങ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ജെന്യുവിൻ ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം ഉള്ള ഒരു ആൻസറുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഏതെങ്കിലും ഒരു യൂറോപ്യൻ രാജ്യത്ത് പോയിട്ട് സെറ്റിൽ ആവുക എന്നുള്ളത് ഇപ്പോൾ ഒട്ടുമിക്ക മലയാളികളുടെയും ഒരു ഡ്രീം തന്നെയാണ്, വലിയൊരു ഡ്രീമാണ്. ഈ ഒരു ഡ്രീമിനെയാണ് ഇതുപോലുള്ള ഏജൻസികൾ തട്ടിപ്പ് നടത്തി നമ്മൾ പണം കടം മേടിച്ചിട്ടും ലോൺ എടുത്തിട്ടും അല്ലെങ്കിൽ ഉള്ള വീടും സ്ഥലവും ഒക്കെ വിറ്റിട്ടോ അല്ലെങ്കിൽ പണയപ്പെടുത്തിയിട്ട് കൊള്ളപ്പലിശയ്ക്ക് കടമെടുത്തിട്ടൊക്കെയാണ് ഇങ്ങനെയുള്ള ഏജൻസികൾക്ക് നമ്മൾ പൈസ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ലാസ്റ്റ് വന്നിട്ട് ഇത് തട്ടിപ്പാണ് അല്ലെങ്കിൽ നമ്മുടെ പൈസ മൊത്തം പോയി എന്ന് അറിയുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു മാനസിക വിഷമം എത്രത്തോളം ആയിരിക്കും എന്ന് എല്ലാവർക്കും ഊഹിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതുപോലുള്ള തട്ടിപ്പ് ഏജൻസികൾ ഒരുപാടുണ്ട് എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഗൾഫ് ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ദുബായ്, കൊച്ചി, പിന്നെ നോർത്ത് ഇന്ത്യയിൽ ചില സ്ഥലങ്ങളിൽ, ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ, അങ്ങനെ ചില സ്ഥലങ്ങളെ കേന്ദ്രീകരിച്ചിട്ടാണ് ബൾക്കായിട്ട് ഇതുപോലെയുള്ള തട്ടിപ്പുകൾ നടക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് ജെന്യുവിൻ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാന്നൊക്കെയുള്ള വിശദമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതൊന്ന് പോയി ആദ്യം തന്നെ കണ്ടു നോക്കുക. അപ്പോൾ ഇത് അത്രയൊക്കെ നമ്മൾ ഒരുപാട് സോഴ്സുകൾ ഉണ്ട് ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട്. ബട്ട് സ്റ്റിൽ ആളുകൾ ഇതുപോലുള്ള തട്ടിപ്പിന് ഇരയാവുന്നുണ്ട്. അതിനുള്ള ഉദാഹരണമാണ് ഈ ഒരു പോസ്റ്റിന്റെ താഴെ വന്നിട്ടുള്ള കമന്റുകൾ. നമ്മളുടെ ജോബ് കാറ്റഗറി ഇവിടുത്തെ സ്കിൽഡ് ഒക്യുപ്പേഷൻ ലിസ്റ്റിൽ ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം. അതേപോലെ തന്നെ പല ജോലികൾക്കും നമുക്ക് സ്കിൽ അസസ്മെന്റ് ചെയ്യാതെ ഇങ്ങോട്ട് വരാൻ പറ്റത്തില്ല. അപ്പൊ ഉദാഹരണം പറയുവാണെങ്കിൽ മെക്കാനിക്, എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ ഫീൽഡുകളിലുള്ളവര്, പ്ലംബിങ്, ഇവർക്കൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വിസ കിട്ടും. പക്ഷേ സ്കിൽ അസസ്മെന്റ്, ലാംഗ്വേജ് ടെസ്റ്റ് ഇതൊന്നും ക്ലിയർ ചെയ്യാതെ ആവശ്യമായിട്ടുള്ള പോയിന്റ് നമുക്ക് ഇല്ലാതെ ഇങ്ങോട്ട് വിസ കിട്ടുക എന്നുള്ളത് അത് പ്രാക്ടിക്കൽ അല്ല. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം അത് ശുദ്ധ തട്ടിപ്പാണ്. അത് അവിടെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഫ്രോഡ് ആക്ടിവിറ്റീസ് നമ്മൾ സമൂഹത്തിലേക്ക് ഒന്ന് പുറത്തേക്ക് വിടാം. നമുക്ക് ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തിട്ട് മിനിമം 12 മാസമെങ്കിലും ആ ഒരു കമ്പനി പ്രവർത്തിച്ചിട്ടുണ്ടാവണം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഒരു വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം 12 മാസം രജിസ്റ്റർ ചെയ്ത് ഓസ്ട്രേലിയയിൽ വർക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇവർക്ക് ഇന്റർനാഷണൽ എംപ്ലോയേഴ്സിനെ റിക്രൂട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇവർ ഫസ്റ്റ് കാണിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കാനായിട്ട് ഏറ്റവും കൂടുതൽ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ,
ഇവിടുത്തെ അതായത് ഓസ്ട്രേലിയൻ ബേസ്ഡ് ആയിട്ടുള്ള വ്യക്തികളെ അല്ലെങ്കിൽ ആളുകളെ അവർക്ക് ജോലിക്ക് കിട്ടുന്നില്ല എന്ന് ഇവർ ഗവൺമെന്റിന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണ് ഇന്റർനാഷണൽ നഴ്സസിനെയൊക്കെ ഇവര് റിക്രൂട്ട് ചെയ്യണം. അതായത് ഹോസ്പിറ്റൽസിന് ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും അവർക്ക് ഇനഫ് നഴ്സസിനെ ഈ ഒരു രാജ്യത്ത് നിന്ന് കിട്ടുന്നില്ല എന്നുള്ളത്. കാരണം ഇവിടെ അത്രയ്ക്ക് ആളുകൾ ഇപ്പോൾ വരുന്നുണ്ട്. നേരത്തെ ഇത്രയും നഴ്സിംഗിലേക്ക് ഇവിടെയുള്ള ഓസീസ് തിരിയുന്നുണ്ടായിരുന്നില്ല. അത് തന്നെയാണ് യൂറോപ്യൻ കൺട്രീസിലെല്ലാം നടക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ അല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഇപ്പൊ ഒരുപാട് കുട്ടികൾ നഴ്സിംഗിലേക്കൊക്കെ വരുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ ഇവര് മെഡിക്കൽ ഫീൽഡിൽ ഷോർട്ടാണ്. അപ്പൊ അവർക്ക് ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും ഇവരുടെ രാജ്യത്ത് നിന്ന് ഇവർക്ക് സ്കിൽ മീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളത്. അപ്പൊ ഇതേ ഒരു ക്രൈറ്റീരിയ തന്നെയാണ്. അപ്പൊ ഇവര് റെപ്യൂട്ടഡ് ആയിട്ടുള്ള മാധ്യമങ്ങളിൽ, അതായത് ഇപ്പോൾ ന്യൂസ് പേപ്പറിലോ അല്ലെങ്കിൽ ടിവിയിലോ അങ്ങനെയൊക്കെ ജോബ് സൈറ്റുകളിലൊക്കെ അഡ്വർടൈസ്മെന്റ് കൊടുക്കണം. അതായത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വേക്കൻസി ഈ ഒരു കമ്പനിയിൽ ഉണ്ട്, അപ്പോൾ ഇത്രയാണ് ഞങ്ങളുടെ സാലറി, ഇതൊക്കെ പറഞ്ഞിട്ട് ഇവിടെ അഡ്വർടൈസ്മെന്റ് കൊടുക്കും. അഡ്വർടൈസ്മെന്റ് കൊടുത്ത് 28 ദിവസത്തിനുള്ളിൽ ആരും തന്നെ ഈ ഒരു പർട്ടിക്കുലർ പൊസിഷനിലോട്ട് അപ്ലൈ ചെയ്തിട്ടില്ല, അതല്ല എന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്തു അവർക്ക് ആ ഒരു സ്കിൽ ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് ഒരു വിദേശീനെ ഈ ഒരു പർട്ടിക്കുലർ പോസ്റ്റിലോട്ട് ഇവർക്ക് റിക്രൂട്ട് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ ഉള്ളൂ. അതേപോലെ തന്നെ അടുത്ത തട്ടിപ്പാണ് ഇന്റർവ്യൂ വേണ്ട, IELTS വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇന്റർവ്യൂ ഇല്ലാണ്ട് ഒരു എംപ്ലോയർക്ക് എംപ്ലോയിനെ റിക്രൂട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇപ്പം നമ്മൾ പ്രൂവ് ചെയ്തു, അതായത് ഇവിടുത്തെ കമ്പനി പ്രൂവ് ചെയ്തു അവർക്ക് ഇവിടെയുള്ള ആളിനെ കിട്ടുന്നില്ല എന്നുള്ളത് പ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഓൾറെഡി ഇന്റർവ്യൂ എല്ലാം ചെയ്തു വെച്ചേക്കുന്ന നാട്ടിൽ നിന്നുള്ള ഒരു വ്യക്തിനെ ആ ഒരു പെർട്ടിക്കുലർ പോസ്റ്റിലേക്ക് നോമിനേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നോമിനേറ്റ് ചെയ്തതിന് ശേഷമാണ് ആ നോമിനേഷൻ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് അപ്രൂവ് ആയതിന് ശേഷമാണ് വിസ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു എൻറ്റയർ പ്രോസസ് എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് നഴ്സസിനാണെങ്കിലും നമുക്കറിയാം നമ്മളുടെ ഒരു നോമിനേഷൻ അപ്രൂവ് ആയി വരുന്നത് വരെയുള്ള ആ ഒരു ടൈം പീരീഡ്, അതായത് നമ്മളുടെ ഇന്റർവ്യൂ കഴിയുന്ന തൊട്ടുള്ള കാലതാമസം എത്രത്തോളം ആണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇതേപോലെ തന്നെയാണ് മറ്റുള്ള ജോലികൾക്കും മറ്റുള്ള പ്രൊഫഷൻസിനും ഇതുപോലെ തന്നെയാണ്. ഇതൊന്നുമില്ലാണ്ട് ഇപ്പോൾ ഇവിടെയുള്ള സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പാക്കിങ്ങിന് അല്ലെങ്കിൽ ഫ്രൂട്ട് പിക്കിങ്ങിന് അങ്ങനെയൊക്കെ ജോലിക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ഓഫേഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇങ്ങനെയുള്ള ജോലികൾക്കൊന്നും ഇവിടെ വിസ ഉള്ളവർക്ക് പോലും കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പം വിസയും കൊടുത്തിട്ട് നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരിക എന്ന് പറയുമ്പോൾ അതിന്റെ ജെന്യൂനിറ്റി എത്രത്തോളം ആണെന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമ്മൾ മലയാളികൾക്ക് ഇല്ല എന്ന് പറയുന്നത് തന്നെ വളരെയധികം കഷ്ടമാണ്. കാരണം ഇതിന്റെ പുറകിൽ ഒറ്റ കാര്യമുള്ളൂ, മറ്റുള്ളവർ പറയുന്നത് വിശ്വസിക്കാനായിട്ട് നമ്മൾ തയ്യാറാവുന്നില്ല. അതായത് അവര് പോയി രക്ഷപ്പെട്ടു, ഇനിയിപ്പോ ഞാൻ അങ്ങോട്ട് ചെല്ലണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അവര് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ള രീതിയിലാണ് പലരും ഇപ്പൊ നമുക്ക് ഇവിടെ അന്വേഷിക്കാനായിട്ട് ആളുകളും ഫ്രണ്ട്സും ഫാമിലീസും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇതൊന്നും ആരോടും ചോദിക്കാതെ ഇങ്ങനെയുള്ള തട്ടിപ്പിൽ ചെന്ന് പെടുന്നത്. അപ്പോൾ ഈ ഒരു എൻറ്റയർ പ്രോസസ്സ് അത്യാവശ്യം സമയമെടുക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ്. ആ ഒരു സമയമൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് ഒരു ദിവസം ഞങ്ങളുടെ CV ഓൺലൈനിൽ കണ്ടിട്ട് ഞങ്ങൾക്ക് ഓഫർ ലെറ്റർ കിട്ടി എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് തട്ടിപ്പ് മനസ്സിലാക്കുക. അതേപോലെ തന്നെ അടുത്തൊരു കാര്യമാണ് ഇവരുടെ മെഡിക്കൽ. ഇപ്പം മെഡിക്കലിന്റെ പേരിലും ഒരുപാട് പേർക്ക് പൈസ നഷ്ടപ്പെടുന്നുണ്ട്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മളുടെ ഡൽഹിയിൽ അല്ലെങ്കിൽ ബോംബെയില് കൽക്കട്ടയിലൊക്കെ പോയിട്ട് മെഡിക്കൽ എടുത്തു. നമ്മുടെ കേരളത്തില് ഒരു സെന്റർ ആയിരുന്നു ഇത്ര നാൾ ഉണ്ടായിരുന്നത്, അതായത് ട്രിവാൻഡ്രം കിംസ്. പിന്നെ കഴിഞ്ഞ ഒരു 2024 ലാസ്റ്റ് തൊട്ടിട്ട് കോഴിക്കോട് ഒരു ഹോസ്പിറ്റലും കൂടെ ഓസ്ട്രേലിയൻ മെഡിക്കൽ ചെയ്യുന്നുണ്ട്. അത് എനിക്കും അറിയില്ലായിരുന്നു, ന്യൂലി കിട്ടിയ ഒരു വിവരമാണ്. നാഷണൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് കാലിക്കട്ട് ഒരു ഹോസ്പിറ്റലിലും കൂടെ ഓസ്ട്രേലിയൻ മെഡിക്കൽ അപ്രൂവ് ആയിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് സ്ഥലത്തും മെഡിക്കൽ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ടായിരിക്കെ കേരളത്തിൽ നിന്ന് ഒരാളിനെ എന്തിനാണ് ഡൽഹിയിലേക്ക് പറഞ്ഞു വിടുന്നത്? ഒരുപക്ഷെ അവർക്ക് ആ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ആ ഒരു ക്ലിനിക്കൽ ഫെസിലിറ്റി ആയിട്ട് എന്തെങ്കിലും ടൈപ്പ് ഉണ്ടായിരിക്കും ഈ പർട്ടിക്കുലർ തട്ടിപ്പ് ഏജൻസികൾക്ക്. അപ്പൊ അതുകൊണ്ടായിരിക്കും അവർ അങ്ങോട്ട് വിടുന്നത്. അങ്ങനെയും കുറെ പേരുടെ പൈസ ജസ്റ്റ് 25,000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ, 10,000 രൂപയാണെങ്കിലും ഒരു 10 പേരിൽ നിന്ന് അവർക്ക് കിട്ടിക്കഴിയുമ്പോൾ എന്തുമാത്രം.
അപ്പൊ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കുക. ഇനി നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ മോസ്റ്റ് റിക്വസ്റ്റഡ് ആയിട്ടുള്ള കെയറർ വിസയിലോട്ട് വരാം. ദിവസം എനിക്കൊരു കുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ആൾ ഇസ്രായേലില് കെയർ ഗിവർ ആയിട്ട് ജോലി ചെയ്യുമായിരുന്നു, ഇപ്പൊ നാട്ടില് വെക്കേഷൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോ ഇസ്രായേലിലെ കെയർ ഗിവർ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്കറിയാലോ. അപ്പൊ ആൾക്ക് എങ്ങനെയെങ്കിലും ഓസ്ട്രേലിയയിലോട്ട് വരണം. അപ്പോൾ ഈ ഒരു വിസ അനൗൺസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് യൂട്യൂബേഴ്സ് ഒരു ഏകദേശം ഒരു 2 വർഷമായും തോന്നുന്നു, എന്തായാലും ഒരു 1.5 വർഷമായിട്ടുണ്ട് ഈ ഒരു പെർട്ടിക്കുലർ വിസ അനൗൺസ് ചെയ്ത സമയത്ത് ഒത്തിരി പേര് ഇതിനുള്ള സ്കിൽ അസസ്മെന്റ് ചെയ്ത് എല്ലാ സർട്ടിഫിക്കറ്റ്സും റെഡിയാക്കി കയ്യിൽ വെച്ചിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇയാളും ഞാൻ പുറത്ത് വിടുന്നില്ല, കാരണം നമ്മൾ അവരുടെ പെർമിഷൻ ഇല്ലാണ്ട് ഇത് സ്ക്രീൻഷോട്ട് ഒക്കെ ഇടുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ആളുടെ ഡൗട്ട് ഇതായിരുന്നു, ഇങ്ങനെ ഒരു വിസ ഉണ്ടോ, ഞങ്ങൾ ഇനിയും വെയിറ്റ് ചെയ്യുന്നതിനകത്ത് കാര്യമുണ്ടോ, കാരണം അവരുടെ സ്കിൽ അസസ്മെന്റ് ഏകദേശം എക്സ്പയർ ആവാനായിട്ടുണ്ട്. 2 ഇയർ ആണല്ലോ അതിന്റെ വാലിഡിറ്റി. അപ്പോ വളരെയധികം വേദനാജനകമായിട്ടുള്ളൊരു കാര്യമാണ് ഇതല്ലേ. കാരണം അത്രയും പ്രതീക്ഷിച്ച് ഇത്രയും പൈസയൊക്കെ കൊടുത്ത് നമ്മൾ സ്കിൽ അസസ്മെന്റ് ഒക്കെ ചെയ്ത് എല്ലാ കാര്യങ്ങളും ഡോക്യുമെന്റ്സ് എല്ലാം റെഡിയാക്കി കയ്യിൽ വെച്ച് ഇതും ഏജൻസിന്റെ ഒരുതരം തട്ടിപ്പെന്ന് തന്നെ പറയാം. അതായത് കാള പെറ്റു എന്ന് കേൾക്കുമ്പോൾ തന്നെ കയറെടുത്തു എന്നുള്ള ആ ഒരു സാഹചര്യം ഉണ്ടല്ലോ. ഇതിനെ പറ്റിയിട്ട് കൂടുതലൊന്നും പഠിക്കാതെ മനസ്സിലാക്കാണ്ട് എങ്ങനെയെങ്കിലും ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ പിരിക്കുക അല്ലെങ്കിൽ തട്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് തന്നെയായിരിക്കും ഇവർ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു കെയറർ വിസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിസ ഓസ്ട്രേലിയയിൽ ഉണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. അത് ഉണ്ട്, അങ്ങനെ ഒരു വിസ ഉണ്ട്. ഇന്റർനാഷണലി റിക്രൂട്ട് ചെയ്യാനുള്ള പെർമിഷനും ഉണ്ട് ആ ഒരു വിസയില്. പക്ഷെ അവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇവിടുത്തെ ഏജ്ഡ് കെയർ അല്ലെങ്കിൽ കെയർ ഹോംസിലോട്ട് ഇപ്പൊ യു കെയിലൊക്കെ നടന്ന പോലെ ഉള്ള ഒരു റിക്രൂട്ട്മെന്റ്, ഇപ്പൊ യു കെയിലൊക്കെ അവിടെ തന്നെ ഉള്ളവർ അല്ലെങ്കിൽ ബ്രിട്ടീഷ് പീപ്പിള് കെയർ ഹോമിലൊക്കെ വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ കെയർമാരായിട്ട് വർക്ക് ചെയ്യാനായിട്ട് അവർ കുറച്ച് പുറകോട്ടാണ്. അവിടെ വളരെ റെയർ ആയിട്ട് മാത്രമാണ്. അവിടെ മൊത്തം നമ്മൾ ഇന്ത്യൻസും പിന്നെ മറ്റ് ആഫ്രിക്കൻ കൺട്രീസിൽ നിന്നുള്ളവരും ഒക്കെയാണ് കെയറർ ജോലികൾ ചെയ്ത് ഞാൻ കണ്ടേക്കുന്നത്. അത് നേരെ മറിച്ച് ഇവിടെ ഇവര് കുറച്ചും കൂടെ മുന്നോട്ട് വരുന്നുണ്ട്, കുറച്ചും കൂടെ കെയറർ ജോലി. കാരണം ഇവിടുത്തെ ഏജ്ഡ് കെയർ സെക്ടർ ഒക്കെ ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനെക്കാട്ടിലും ഹൈലി പെയ്ഡ് ആണ്. അവരുടെ പെർ അവർ റേറ്റ് തന്നെ നമ്മളുടെയൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് തന്നെ ഇവർക്ക് അത്യാവശ്യം എംപ്ലോയീസിനെ കിട്ടുന്നുണ്ട്. പിന്നെ രണ്ടാമത് ഇവർ ഫില്ല് ചെയ്യണത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ തന്നെ ഉള്ള ഇപ്പം നമ്മളെ പോലെയുള്ള ഡിപ്പെൻഡൻസിന് ജസ്റ്റ് ഒരു ചെറിയ കോഴ്സ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ അവർക്ക് കെയറായിട്ട് ജോലി ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഓൾറെഡി വിസ സ്പോൺസർഷിപ്പ് വിസ ഉള്ളവര് ഇപ്പൊ ഇവിടെയുള്ള സ്റ്റുഡൻസിന്റെ ഡിപ്പെൻഡൻസ് ആയാലും മറ്റ് നഴ്സസിന്റെ ഡിപ്പെൻഡൻസ് അല്ലാതെയുള്ള ജോബ് കാറ്റഗറിയിൽ ചെയ്യുന്നവരുടെ എല്ലാം ഡിപ്പെൻഡൻസിന് ഈസി ആയിട്ട് ഈ ഒരു ജോലി കിട്ടും. കാരണം ഒരു എംപ്ലോയറിനെ സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് മിനിമം ഒരു $5,000 to $10,000 എക്സ്പെൻസ് ഉണ്ട്. നമ്മളെ ഒരാളെ ഇന്റർനാഷണൽ എംപ്ലോയറിനെ സ്പോൺസർ ചെയ്ത് ഈ ഒരു രാജ്യത്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവര് ഈ ഒരു രാജ്യത്തുള്ളവരെ മാത്രം വെച്ചിട്ടാണ് ഈ പെർട്ടിക്കുലർ ജോബ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഒരുപാട് അന്വേഷിച്ചു, ഞാൻ കുറെ പേരുടെ അടുത്തൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വിസയിൽ അല്ലെങ്കിൽ കെയറർ വിസയില് എംപ്ലോയർ സ്പോൺസർ ചെയ്ത് കൊണ്ടുവന്ന ഒരു കെയറർ എന്നുള്ള ഒരു ജോലിയിലോട്ട് കൊണ്ടുവന്നതായിട്ട് എനിക്ക് ആരെയും തന്നെ കണ്ടുപിടിക്കാനായിട്ട് പറ്റിയില്ല. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ആ ഒരു വിസയിൽ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലീസോ ആരെങ്കിലും ആ ഒരു വിസയിൽ, അതായത് കെയറർ വിസയിൽ ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അതൊരു പുതിയ കാര്യമായിരിക്കും, അത് മറ്റുള്ളവർക്ക് പ്രതീക്ഷ കൊടുക്കുന്ന ഒരു കാര്യം കൂടിയായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ, കെയറർ വിസയുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇതിന്റെ ഒരു പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് ഒരുപാട് നഴ്സസ് തന്നെ ഇങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരുടെ എല്ലാം ഡിപ്പെൻഡൻസ് ഉണ്ട്. അപ്പൊ അവര് ജസ്റ്റ് ഒരു കുഞ്ഞു കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ 6 മാസം കൊണ്ട് അവർക്ക് കെയറായിട്ട് ജോലി കിട്ടും. അവരന്നേരം എംപ്ലോയർ വിചാരിക്കുന്ന അവർക്ക് ഒരുപാട് പൈസ ലാഭമുണ്ട്. കാരണം നമ്മളുടെ കയ്യിൽ ഓൾറെഡി വിസയുണ്ട്, വർക്ക് പെർമിറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്തുകൊണ്ട് നമുക്ക് ഇവരെ ജോലിക്ക് എടുക്കുന്നതാണ് എന്തുകൊണ്ടും ഇന്റർനാഷണൽ റിക്രൂട്ട് ചെയ്യുന്നതിനെക്കാട്ടിലും ലാഭം. അപ്പോൾ അതാണ്. അതേപോലെ തന്നെ പിന്നെ വിസ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി ടെമ്പററി വിസയിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നവര്, അതായത് സ്റ്റുഡന്റ് വിസയിലൊക്കെ വന്നിട്ട് വിസ ചേഞ്ച് ചെയ്യാനായിട്ടുണ്ടായിരുന്നവർ, അതും എക്സ്പെൻസ് കുറവാണ് പുതിയൊരാളെ കൊണ്ടുവരുന്നത് വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ഇതാണ് ഇവിടെ കെയറർ വിസ ഇന്റർനാഷണൽ നഴ്സസിന് അല്ലെങ്കിൽ ഇന്റർനാഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള
ആളുകളെ കെയറർ വിസയിലോട്ട് കൊണ്ടുവരാത്തതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. കൺക്ലൂഡ് ചെയ്യാനായിട്ട് ഞാൻ എല്ലാം കൂടെ ഒന്ന് ചുരുക്കി പറയാം. അതായത് ഒരു ജോബ് സ്പോൺസർ ചെയ്ത് കഴിയുമ്പോൾ എംപ്ലോയറിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് ആ ഒരു എക്സ്പെൻസ് കംപ്ലീറ്റ് ആയിട്ട് എടുക്കുക എന്നുള്ളത്. എംപ്ലോയി എന്ന നിലയിൽ നമ്മളുടെ ഭാഗത്ത് നിന്ന് വരുന്ന ചെലവ് എന്ന് പറയുന്നത് വിസ ഫീസും മെഡിക്കൽ എക്സ്പെൻസും ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ എക്സ്പെൻസും മാത്രമാണ്. അതും ഒട്ടുമിക്ക കമ്പനികളും ചിലപ്പോൾ റീഫണ്ട് തന്നേക്കാം. അപ്പോൾ ഹോസ്പിറ്റൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുവരേക്കും റീലൊക്കേഷൻ പാക്കേജിൽ അതൊക്കെ ഇൻക്ലൂഡ് ആയിട്ട് റീഫണ്ട് കിട്ടുന്നുണ്ടായിരുന്നു. ഇനി അഥവാ കിട്ടിയില്ലെങ്കിലും അല്ലാതെ ഒരു വലിയ എമൗണ്ട്, അതായത് ഇപ്പൊ നമുക്ക് വിസ ഫീസ് എത്രയാണെന്നും മെഡിക്കലിന്റെ ഫീസ് എത്രയാണെന്നും ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ പൈസ എത്രയാ വരുന്നതെന്നുള്ളത് നമുക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കാണാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ ഏതെങ്കിലും ഏജൻസിനെ വെക്കുവാണെങ്കിൽ അവർക്കുള്ള ഫീസാണ് എക്സ്ട്രാ വരുന്നത്. അല്ലാതെ ഇതിനകത്ത് ഒരു വലിയ അത്രയും ലക്ഷങ്ങളുടെ ആ ഒരു എക്സ്പെൻസ് ഒന്നും വരുന്നില്ല. അതാണ് നമ്മൾ ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം ഞാൻ പറയുന്നത്, ഇവിടെ ഇപ്പോൾ ഈ സ്കിൽഡ് മൈഗ്രേഷൻ ലിസ്റ്റിലുള്ള ജോലികൾക്ക് മാത്രമാണ് വിസ കിട്ടുള്ളൂ. ഇപ്പൊ ഒരു സൂപ്പർ മാർക്കറ്റിൽ ഈ കോൾസ്, വൂൾവർത്ത് പോലെയുള്ള കടകളിലേക്കൊക്കെ ജോബ് ഓഫർ കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫേക്ക് ആണ്, അത് തട്ടിപ്പാണ് എന്നുള്ളത് അപ്പൊ തന്നെ മനസ്സിലാക്കണം. കാരണം ഒരിക്കലും അങ്ങനെയുള്ള കടകളിലോട്ടൊന്നും വിസ കൊടുത്ത് സ്പോൺസർ ചെയ്ത് അവർ കൊണ്ടുവരത്തില്ല. കാരണം അവർക്ക് ഇവിടെ തന്നെ ഇഷ്ടംപോലെ ആളുകളെ കിട്ടുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കെയറർ വിസ. അത് ഇതുവരെ ഇന്റർനാഷണലി റിക്രൂട്ട്മെന്റ് നടന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് അന്വേഷിച്ചിട്ട് കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പം ആ ഒരു പേരിൽ ആരെങ്കിലും നിങ്ങളെ സമീപിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് തട്ടിപ്പാണെന്നുള്ളത് അപ്പൊ തന്നെ മനസ്സിലാക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫർ കിട്ടി എന്ന് പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ സ്ഥാപനത്തിലോട്ട് കോണ്ടാക്ട് ചെയ്യുക. നിങ്ങൾ ഇങ്ങനെ ഒരു ജോബ് അവിടെ ഓഫർ ഇട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഡയറക്റ്റ് ആയിട്ട് അന്വേഷിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ പൈസ കൊണ്ടുപോയി കൊടുക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇവിടേക്ക് വരാനായിട്ട്, അതായത് വിസ സ്പോൺസർഷിപ്പ് കിട്ടി വരാനായിട്ട് സ്കിൽ അസസ്മെന്റ് മസ്റ്റ് ആണ്. പിന്നെ സ്കിൽ അസസ്മെന്റ് വേണ്ടാത്ത കാറ്റഗറീസും ഉണ്ട് കേട്ടോ. എല്ലാത്തിനും സ്കിൽ അസസ്മെന്റ് വേണം എന്നല്ല, പക്ഷെ സ്കിൽ അസസ്മെന്റും രജിസ്ട്രേഷൻ വേണ്ട ജോലികൾക്ക്, അതായത് ഇപ്പൊ നമ്മൾ നഴ്സസിനൊക്കെ രജിസ്ട്രേഷൻ വേണം. അപ്പൊ ആ പെർട്ടിക്കുലർ ജോബ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളവരും ആയിരിക്കണം. ഇതൊന്നും വേണ്ട. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ലാംഗ്വേജ് എലിജിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ലാംഗ്വേജ് വേണ്ട എന്ന് പറയുമ്പോൾ തന്നെ അത് തട്ടിപ്പാണെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഈ ഒരു വീഡിയോനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട്, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു സോ മച്ച്.